You've been talking about patience, hoping forever last. Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലും ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ മീഡിയയിലേക്ക് വരാൻ എന്ത് ചെയ്യുക, നമ്മൾ 2 ഫോട്ടോസാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഒന്ന് ഫസ്റ്റ് ഫോട്ടോ, അതേപോലെ സെക്കൻഡ് ഫോട്ടോ. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോസ് ഈ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്യുക. അതായത് ഫസ്റ്റ് ക്ലിപ്പ്, അതുപോലെ തന്നെ സെക്കൻഡ് ക്ലിപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് വന്ന് എന്ത് ചെയ്യുക, ഫിൽറ്റ് കോമ്പോസിഷൻ ഏരിയ ഇങ്ങനെ കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കളർ ആൻഡ് ഫില്ല് വന്ന് നമ്മൾ വൈറ്റ് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എഫക്ട്സ്, ആഡ് എഫക്ട്സ്, അതിൽ വന്ന് നമ്മൾ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എൻഡ്, അതായത് ആ എൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് 50% കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ഓക്കെ, നിങ്ങൾക്ക് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു വീഡിയോ ഒരു എൻഡ് പോർഷനിലായിട്ട് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ ഒരു എൻഡ് പോർഷനിലായിട്ട് ഇതേപോലെ കറക്റ്റായി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ്, അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു റെക്റ്റാങ്കിൾ ഇല്ലേ, അത് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ, അതായത് ആ ഫസ്റ്റ് റെക്റ്റാങ്കിൾ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ ഒരു പോർഷനിലൊന്ന് നമ്മൾ അടുത്ത റെക്റ്റാങ്കിൾ തുടങ്ങുന്ന രീതിക്ക് ഇതേപോലെ സെറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിൽ വരിക, വൈപ്പിൽ വരിക. വൈപ്പിൽ വന്നിട്ട് നമ്മൾ എൻഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, 100% തന്നെ സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ കറക്റ്റായി 100 സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ സ്റ്റാർട്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, 50 കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് സ്റ്റാർട്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക. അതായത് ആദ്യത്തേൽ എൻഡിൻ്റെ വാല്യൂ 50, അതുപോലെ തന്നെ ഫസ്റ്റത്തേൽ സ്റ്റാർട്ടിൻ്റെ വാല്യൂ, എൻഡത്തേൽ സ്റ്റാർട്ടിൻ്റെ വാല്യൂ 50. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു എഫക്റ്റ് റെഡി ആയിട്ടുണ്ടാകും. കണ്ടില്ലേ, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കിഡ്ലൻ എഫക്റ്റാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു, അതായത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പോർഷൻ എന്തായാലും വളരെ ചെറുതായിട്ടായിരിക്കണം എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്ത് ഫീൽ ചെയ്യും. ഇത് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഫാസ്റ്റായിട്ട് ഒരു ഫ്ലാഷ് എഫക്റ്റ് പോലെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റ് പ്ലസ് ട്രാൻസിഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു വീഡിയോയുടെ കമൻസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.